ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് കളർ പേപ്പർ വെച്ചിട്ട് ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുകയാണേ. അപ്പോൾ A4 സൈസ് പേപ്പർ തന്നെ എടുക്കുക. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ സ്ക്വയർ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതുപോലെ നമുക്കിഷ്ടമുള്ള ഏത് കളറും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലൂ കളറ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, അളവനുസരിച്ച്. ഇതിനേക്കാളും ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടല്ല, അത്യാവശ്യം വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു പേപ്പർ എടുക്കുക. ഇനി നമുക്കതിനെ ഫോൾഡ് ചെയ്തെടുക്കണം, മടക്കിയെടുക്കാം. അപ്പം ഒരു 2-3 പേപ്പർ ഒരുമിച്ച് ഒന്ന് മടക്കിയെടുത്താൽ അത്രയും നല്ല എളുപ്പമായിരിക്കും. അതല്ല, ഇനി അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്തങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ സ്കെയിലിൻ്റെ ഒരു 10 സെൻറ്റിമീറ്റർ അളവാണ് ഇവിടെ കാണിക്കുന്നത്. CM. അപ്പോൾ അത്രയും സെൻറ്റിമീറ്റർ അതിൻ്റെ കണക്കാണ്. അപ്പോൾ അതിൻ്റെ വീതിയും നീളവും എല്ലാം ഇതേ കറക്റ്റ് അളവിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് ഞാനൊരു ഫ്ലവർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ ഇതളുകൾ ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ കളർ പീസുകൾ ചെയ്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കോമ്പിനേഷനാക്കി എടുത്തിരിക്കുന്നത് സ്കൈ ബ്ലൂവും നമ്മുടെ യെല്ലോ കളറാണ്. അതാകുമ്പോൾ ഒരു മാച്ചൊക്കെ ഇല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കണം നോക്കാം ബാക്കി. അപ്പോൾ എല്ലാ സ്ക്വയർ ഷേപ്പിനെ ഞാൻ ഇതുപോലെ ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഷാർപ്പനർ വെച്ചത്, ഞാനിവിടെ സിസറാണ് എടുത്തിരിക്കുന്നത്. നമുക്കാണെങ്കിൽ പേന പെൻസിൽ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ആ തുമ്പറ്റത്ത് നമുക്കിതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് അങ്ങനെ ചെയ്യുന്നത് ഫ്ലവറൊക്കെ കണ്ടിട്ടില്ലേ, ഒന്ന് ഉടഞ്ഞ് ഇരിക്കുന്ന ആ ഒരു ഷേപ്പ്, ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പെൻസിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കത്രിക ഉപയോഗിച്ചൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബാക്കിയെല്ലാം നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലേക്ക് ഇച്ചിരി പശ ചേർത്ത് കൊടുക്കാം. ആ പശ വെച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ മറു സൈഡ് ഇതിലേക്ക് യോജിപ്പിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ ബഡ്സ് അങ്ങനെ ഈർക്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് മഷി പുരട്ടിയിട്ട് നമ്മുടെ ഫ്ലവറിൽ എവിടെയാണോ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുന്ന പേപ്പറിൽ നമുക്ക് തേച്ച് പിടിപ്പിച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഈ കളർ പേപ്പർ വെച്ച് തന്നെ നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ റൂം, ഹോള് അങ്ങനെയുള്ള പ്ലേസൊക്കെ നമുക്ക് ഈ സാധാരണ പച്ചമായും പേപ്പർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്ലവർ ചെയ്ത് വെച്ചില്ലേ. അപ്പോൾ അതിൻ്റെ നടുക്ക് വശിട്ട് നമുക്ക് ഗമ്മ് കുറച്ചുകൂടെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് അടുത്തൊരു പൂവും കൂടെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ തട്ടായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്, അതിന് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു മഞ്ഞ തന്നെ ഒട്ടിക്കാമെന്ന്. അങ്ങനെ വിചാരിച്ചാണ് മഞ്ഞ ഒട്ടിക്കാൻ വിചാരിച്ചത്. അപ്പോൾ മഞ്ഞ വയ്ക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാൻ ഇനി വിചാരിച്ചു നീല കളറ് നമുക്ക് സ്കൈ ബ്ലൂ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി മാറ്റിയാലേ നമുക്ക് മഞ്ഞയിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നീല പൂവായി കിട്ടാൻ വേണ്ടി ആ പേപ്പറിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ഗമ്മ്. എന്നിട്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ അത്യാവശ്യം ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടുന്നില്ലേ. ഇനി അതെടുത്ത് നമുക്ക് ആദ്യത്തെ മഞ്ഞ പൂവിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു കോമ്പിനേഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെയിം കളറിലെ പൂവ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒട്ടിച്ച മഞ്ഞയിൽ വീണ്ടും ഒരു മഞ്ഞപ്പൂവ് ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും. അപ്പം ഞാനിവിടെ നീല കളർ എടുക്കുന്നു. നീലയും മഞ്ഞയാകുമ്പോൾ കാണാനും കുറച്ചുകൂടെ ഒരു ലുക്കില്ലേ. മറ്റതിന് ലുക്കില്ലെന്നല്ല, എന്നാലും കുറച്ചുകൂടെ ഒരു എടുപ്പില്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ ഓരോ തട്ടായിട്ട് നമ്മുടെ പൂവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നീല വയ്ക്കുന്നു, പിന്നെ മഞ്ഞ വയ്ക്കുന്നു, അങ്ങനെ മാറിയും തിരിഞ്ഞ് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലവർ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു ഭാഗം കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നീല കുറച്ചുകൂടെ ടോപ്പിൽ ഇരിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗി കൂടുതൽ. ഇനി മഞ്ഞ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളുടെ പൂമ്പൊടിയെ പോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. ഞാനതിൻ്റെ അകത്ത്
മഞ്ഞ കിട്ടുന്ന രീതിയിലും കൂടെ വെച്ച് നോക്കാൻ പോവാണ്. അങ്ങനെ കളർ പേപ്പർ ഉപയോഗിച്ചൊരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തു. അതും നല്ല ഒരു ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, വയലറ്റിൽ നടുക്ക് മാത്രം മഞ്ഞ വരുന്ന രീതിയിൽ. ഇതാണെങ്കിലോ റോസ്, നമ്മുടെ റെഡ് റോസ്, ആ ഒരു ഇതാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതിലൊരു മഞ്ഞയും നീലയും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.